SDP സംസ്ഥാന സെക്രട്ടറി KS ഷാൻ വധക്കേസിൽ നീതി ലഭിച്ചില്ലെന്ന് ഷാനിൻ്റെ കുടുംബം. ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസും കൊല്ലപ്പെടില്ലായിരുന്നുവെന്ന് ഷാനിൻ്റെ ഭാര്യ ഫൻസില പറഞ്ഞു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അതിവേഗം മുന്നോട്ട് പോയി. എന്നാൽ ഷാൻ വധക്കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പിതാവ് സലീമും കുറ്റപ്പെടുത്തി. ഷാനിനെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയെന്ന് മാതാവ് റഹ്മ ബീവിയും പ്രതികരിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും തുടക്കം മുതൽ രണ്ട് നീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കൊല ചെയ്യപ്പെട്ടത് എൻ്റെ ഭർത്താവ് ഷാൻ തന്നെയാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത്. എന്നിട്ട് ആദ്യം മുതലേ നമ്മൾ പ്രോസിക്യൂട്ടറെ വെച്ചതിനെ ആദ്യം സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം ആദ്യം കോട്ടയംകാരനായ ഒരു അഡ്വക്കേറ്റ് ജയനായിരുന്നു നിന്നിരുന്നത്. അദ്ദേഹത്തെ സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം അദ്ദേഹം പിന്മാറി. രണ്ടാമത് വെച്ച സുരേഷ് ബാബു സാറ്, ആ സാറും സർക്കാർ അംഗീകരിച്ചില്ല പ്രോസിക്യൂട്ടറെ. അതിൻ്റെ റീസൺസ് ചോദിച്ചിട്ട് എന്താണെന്ന് ഇതുവരെ അത് രേഖാമൂലം നമ്മളെ അറിയിച്ചിട്ട് പോലുമില്ല അതിൻ്റെ കാര്യം. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഞങ്ങളോട് വേറെ തരത്തിലുള്ളൊരു നീതിയും അവരുടെ എല്ലാം സ്പീഡപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് പൊതുസമൂഹമാണ് സംസാരിക്കേണ്ടത്. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണം. കാര്യം ഒരു വിഭാഗത്തിന് നീതി ലഭിക്കുകയും മറുവിഭാഗത്തിന് നീതി ലഭിക്കാതെയും വരുമ്പോൾ യുവാക്കളിലുണ്ടാകുന്ന ഒരു വൈകാരികത ഉണ്ടല്ലോ, അത് നമ്മുടെ നാടിന് തന്നെ നഷ്ടമാണ്. ഈ സമൂഹത്തിൽ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വാഹനം ഇടിച്ച ഒരാൾ മരിച്ചാലും മക്കളും ഭാര്യയും മാതാപിതാക്കളും തുല്യരല്ലേ? ഇവരുടെ എല്ലാം കണ്ണീരുകൾക്ക് തുല്യതയുള്ളൂ ഉള്ളത്. ഈ നിയമവ്യവസ്ഥ ഇത് കാണണ്ടേ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ ലക്ഷ്യങ്ങൾ കാണും. അതിൽ സമ്മർദ്ദം ചെലുത്താനുള്ള രാഷ്ട്രീയ ശക്തികൾ അവരത് ചെയ്യും, സ്വാധീനം വെച്ച്. അതൊക്കെ ഈ സമൂഹം വിലയിരുത്തട്ടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. നീതി കിട്ടിയില്ല, ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. എൻ്റെ മോനിക്ക് നീതി കിട്ടണം. എവിടെ വരെ പോകാനാണ്? അവർക്കൊരു നീതി, അങ്ങക്കൊരു നീതി എന്നില്ലല്ലോ. എല്ലാവർക്കും തുല്യം വേണ്ട നീതി. പെട്ടെന്ന് നീതി കിട്ടും. ഈ ഉമ്മയുടെ കണ്ണുനീരെന്നാണ് ഇനി തോരുക? ഈ അക്രമം ചെയ്ത നരാധവന്മാർ ഇതൊക്കെ ആലോചിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഒരു തോരാത്ത കണ്ണുനീരുമായിട്ടാണ് ആ ഉമ്മയും ബാപ്പയും ഒക്കെ അവിടെ നിൽക്കുന്നത്. അല്ലെ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടില്ല എങ്കിൽ പോലും ഈ കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമെങ്കിലും ഉണ്ടാകണമല്ലോ. പറയൂ മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അതായത് കേരളത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിൽ അനാഥരാക്കപ്പെട്ട കുടുംബങ്ങളുണ്ട്. അതിലൊരു കുടുംബമാണ് ഷാൻ്റെ കുടുംബം. ഷാനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് അനാഥമായി പോയത്. നിലവിൽ ആ കുടുംബം കഴിയുന്നത് അച്ഛൻ സലീം ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നിലവിൽ ആ കുടുംബം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. 2021 ഡിസംബർ മാസം 18-നും 19-നുമാണ് കേരളത്തെ ഞെട്ടിച്ച 2 കൊലപാതകങ്ങൾ ഉണ്ടായത്. അതിൽ 19-ാം തീയതി രണ്ടാമത് നടന്ന കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി. അതിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകത്തിൽ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ പൂർത്തിയാക്കി. വിധി ഇന്നലെ പറഞ്ഞു. 15 പ്രതികൾക്കും വധശിക്ഷ, തൂക്കുകയർ എന്ന അത്തരത്തിൽ അത്യപൂർവ വിധി കേരളത്തിൽ തന്നെ ആദ്യമായി വിധിച്ച ഒരു സവിശേഷത, പ്രത്യേകത അതിനുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ നിലവിൽ ഷാൻ്റെ കുടുംബം പറയുന്നത് അതിനും തൊട്ട് മുമ്പുണ്ടായ ആദ്യമുണ്ടായ കൊലപാതകം ഷാൻ്റെ കൊലപാതകമാണ്. പക്ഷേ അതിൽ തുല്യ നീതി ലഭിച്ചില്ല. അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കും. ഒരു വിഭാഗത്തിന് മാത്രം നീതി കിട്ടുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെടുന്നത് മറ്റൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെടുകയില്ലായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ ജീവിച്ചിരുന്ന കുടുംബത്തിൻ്റെ തണലായി മാറിയ ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് ഇരയായി മാറിയ സംഭവത്തിൽ ഇപ്പോഴും നീതി ലഭിക്കാത്ത ഒരു കുടുംബമാണ് KS ഷാൻ്റെ കുടുംബം. ഇതിൽ സർക്കാരും പോലീസും ഒക്കെ തന്നെ ഇരട്ട നീതി കാണിക്കുന്നു എന്നാണ് ഷാൻ്റെ കുടുംബം ആരോപിക്കുന്നത്. അവർക്ക് കുടുംബത്തിൽ 11-ഉം 6-ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. ഒരു തരത്തിലുള്ള നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കേസിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ആ കേസിൽ രണ്ട് കേസിലും ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ, ആലപ്പുഴ DYSP തന്നെയാണ് കുറ്റപത്രം 90 ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിച്ചത്. പക്ഷേ നിലവിൽ KS ഷാൻ വധക്കേസിൽ ഇപ്പോഴും വിചാരണ ആരംഭിച്ചിട്ടില്ല. പ്രോസിക്യൂട്ടറെ പോലും തീരുമാനിച്ചത് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി
പറയുന്ന ദിവസം നിശ്ചയിച്ചിട്ട് കഴിഞ്ഞ ശേഷമായിരുന്നു ഈ പ്രോസിക്യൂട്ടറെ പോലും ഷാൻ വധക്കേസിൽ തീരുമാനിച്ചത് അല്ലെങ്കിൽ നിശ്ചയിച്ചത്. പിന്നീട് അതിൻ്റെ ഇനി ഫെബ്രുവരി 2 തീയതിയാണ് ആ കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്ന് വിചാരണ ആരംഭിക്കുമെന്ന് കൂടി അറിയാൻ സാധിക്കുക. കേസിൽ 13 പ്രതികളാണുള്ളത്. ആ കേസിൽ ആദ്യം 11 പ്രതികൾ അറസ്റ്റിലായിരുന്നു. പിന്നീട് 2 പ്രതികൾ ഹൈക്കോടതിയിലെത്തി ജാമ്യം ലഭിച്ചു. ഈ 13 പ്രതികളും നിലവിൽ ജാമ്യത്തിൽ കഴിയുകയാണ്. എന്താണെങ്കിലും അവർക്ക് നീതി വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ സമൂഹത്തോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ. തീർച്ചയായിട്ടും ആ കുടുംബം ആവശ്യപ്പെടുന്നത് 100% നീതി തേടിയുള്ള ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അധികാരികൾക്ക് കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.